എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു നാടായി നമ്മുടെ നാട് പുരോഗമിക്കുകയാണ്. ഇതിനെയെല്ലാം എതിർക്കുന്ന നിലപാടാണ് കേരളത്തിലെ പ്രതിപക്ഷം സ്വീകരിക്കുന്നത്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ ഒരു ജാഥ പുറപ്പെട്ടിട്ടുണ്ട്. പച്ചക്കള്ളം, വ്യാജ പ്രചരണം, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക, കേരളത്തിൻ്റെ വികസനത്തിന് തുരങ്കം വയ്ക്കുക, ഈ കേരളം മുടിഞ്ഞു പോകണമേ എന്നാലോചിക്കുന്ന ദുഷ്ടഹൃദയത്തിൻ്റെ ഉടമകളായി പ്രതിപക്ഷ നേതാവും കൂട്ടരും നിൽക്കുകയാണ്. നിങ്ങൾ നോക്കൂ, ഞാൻ ഈ പറഞ്ഞ വികസനവും പുരോഗതിയും വളർച്ചയും ക്ഷേമവും നല്ല കാര്യങ്ങളെല്ലാം വന്നപ്പോൾ അതിനെയെല്ലാം ഇടങ്കോലിടാൻ ആദ്യം സമരം നടത്താൻ നോക്കി. ആളെ കിട്ടാതെ ദയനീയമായി പരാജയപ്പെട്ടു. കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ ഒരിക്കലെങ്കിലും കേരളത്തെ പിടിച്ചു കുലുക്കിയ 10,000 അണിനിരന്ന ഒരൊറ്റ സമരം പ്രതിപക്ഷത്തിന് നടത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, ആരെയും കിട്ടുന്നില്ല. 1-2 ദിവസം സമരമെന്ന് പറഞ്ഞ് പോലീസ് ബാരിക്കേഡിന്റെ മുകളിൽ കയറി ചില അഭ്യാസങ്ങളൊക്കെ കാണിക്കും, അതോടുകൂടി അവസാനിക്കും. കേരളത്തിലെ ജനങ്ങളെ സ്വാധീനിച്ച ഒരൊറ്റ സമരം നടത്താൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായില്ല. അതാണ്. അപ്പോഴോ ജനപിന്തുണയില്ലാതെയായപ്പോൾ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ ഏത് നല്ല കാര്യം വന്നാലും കോടതിയിൽ പോകും. കോടതിയിൽ പോയി കേസ് കൊടുത്ത് മുടക്കാൻ നോക്കും. ജനങ്ങളെ അണിനിരത്താനാവാത്തയാൾ വക്കീലിനെ പിടിച്ച് കോടതിയിൽ പോയി കേസ് നടത്തി തോൽപ്പിക്കാൻ പോവുക. എല്ലാ കേസിലും പ്രതിപക്ഷ നേതാവ് തോറ്റു. K-ഫോണിനെതിരെ, AI ക്യാമറയ്ക്കെതിരെ, കോവിഡ് കാലത്ത് മലയാളിയുടെ ജീവൻ രക്ഷിക്കാൻ LDF സർക്കാർ അശ്രാന്ത പരിശ്രമം നടത്തുമ്പോൾ സ്പ്രിംഗ്ലറിനെതിരെ ഒക്കെ കേസിന് പോയി. എല്ലാ കേസിലും തോറ്റു. അവസാനം ഇതൊരു ശല്യമായി മാറിയപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചു, പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനാണ്, പൊതു താൽപര്യ ഹർജി. കോടതി ചോദിച്ചു, ഇതിലെവിടെയാണ് പബ്ലിക് ഇൻട്രസ്റ്റ്? ഇതിൽ പബ്ലിക് ഇൻട്രസ്റ്റ് അല്ല, നിങ്ങൾക്ക് പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണ് അല്ലേ? കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതിനു മുൻപ് ഒരു പ്രതിപക്ഷ നേതാവിനും ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്ന് ഇങ്ങനെ ഒരു ആക്ഷേപം കേൾക്കേണ്ടി വന്നിട്ടില്ല. കോടതി ചോദിക്കുകയാണ്, ഇയാൾക്ക് പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണോ, ആളാവാൻ നോക്കുകയാണോ എന്നാണ് മലയാളം. കോടതി പരമാവധി അത്രയ്ക്കേ പറയൂ. സത്യത്തിൽ പ്രതിപക്ഷ നേതാവിൻ്റെ കരണത്ത് കോടതി ആഞ്ഞൊരു പ്രഹരം കൊടുത്തിരിക്കുകയാണ് ആ ഒരൊറ്റ ചോദ്യത്തിലൂടെ. നിങ്ങൾക്ക് പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണോ? എന്നിട്ട് ആ ഹർജി എടുത്ത് ചവറ്റുകൊട്ടയിൽ വലിച്ചെറിഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, രാഷ്ട്രീയം പലതാകാം, പക്ഷേ നല്ല കാര്യങ്ങളെ അംഗീകരിക്കണ്ടേ? അതാണ് ചോദ്യം.